അതൊക്കെ ഒരു സിനിമയിലെ അക്രമകാരിയായ ഒരു കഥാപാത്രത്തെ അദ്ദേഹം നേരിട്ട് റെഫർ ചെയ്യുകയാണ്. നിങ്ങൾ ഈ മുന്നിരിക്കുന്ന BJP-ക്കാരിൽ പലരും അതാണെന്ന് പറയാൻ അദ്ദേഹം ഒരു മടിയും കാണിക്കുന്നില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം സ്റ്റാൻ സ്വാമിയെക്കുറിച്ചും ഗ്രഹാം സ്റ്റെയിനെക്കുറിച്ചും മണിപ്പൂരിനെക്കുറിച്ചും യേശു ക്രിസ്തുവിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. സ്വന്തം പേര് ജോൺ ബ്രിട്ടാസ് ആണെന്ന്, എൻ്റെ മതസ്വത്വം അങ്ങനെ പരിശോധിച്ചാൽ ഞാനൊരു ക്രിസ്ത്യൻ മത പേരുള്ള ആളാണ് എന്നത് അദ്ദേഹത്തെ, കേരളത്തിൽ നിന്ന് പോയ മറ്റ് പല MP-മാരെയും പോലെ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നില്ല എന്ന് പറയാൻ. അദ്ദേഹം ഉറക്കെ പറയുകയാണ്, നിങ്ങൾ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നവരല്ലേ, നിങ്ങൾ ജബൽപൂരിൽ ആക്രമണം നടത്തിയവരല്ലേ, നിങ്ങൾ ക്രിസ്ത്യൻ സ്നേഹം പറയണ്ട എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ മതസ്വത്വമോ അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹത്തിന് തടസ്സമാകുന്നില്ല. അതുകൊണ്ട് ജോൺ ബ്രിട്ടാസ് ഇന്നലെ അദ്ദേഹം പർപ്പസ്ഫുള്ളിയാണ് മലയാളത്തിൽ സംസാരിക്കുന്നത്. കാരണം കേരളത്തിൽ ഇരുന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ എന്തോ മഹത്തായ കാര്യം ഞങ്ങൾക്ക് ചെയ്തു തരികയാണെന്ന് വിചാരിക്കുന്ന കുറേ നിഷ്കളങ്കരുണ്ട്. അവർക്ക് കൂടി മനസ്സിലാവാനും അവരെ കൂടി കൺവിൻസ് ചെയ്യാൻ അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഇംഗ്ലീഷ് പ്രഭാഷണം അവസാനിപ്പിച്ച് മലയാളത്തിൽ പറയുന്നത്. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു, ഒന്നും കൂട്ടാനുമില്ല കുറയ്ക്കാനുമില്ല. അപ്പോൾ അതിനോട് സുരേഷ് ഗോപി വളരെ പെട്ടെന്ന് ഒഫൻഡ് ആവുന്നു, അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു. കാരണം ഒരു മുന്നമാർ ഇവിടെ ഇരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുന്നമാർ ഉദ്ദേശിക്കുന്ന നേരത്തെ അജിംസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞ പോലെ നിഷ്പക്ഷത നടിക്കുന്ന മനുഷ്യർ ഒരു കലാപഘട്ടത്തിൽ വളരെ പെട്ടെന്ന്, ഗുജറാത്ത് കലാപത്തിൻ്റെ കഥ നമുക്കറിയാം, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പാല് മേടിച്ചിരുന്നവർ, ഞങ്ങൾക്ക് അടുത്ത് പരിചയം ഉണ്ടായിരുന്ന ആളാണ്, ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്തത് എന്ന് ഗുജറാത്ത് കലാപ സമയത്ത് നിന്ന് അതിജീവിച്ച മനുഷ്യർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ